കുഞ്ഞാവൻ്റെ എതിരിൽ പട്ടിണിയുടെ ദരിദ്രമായ അവസ്ഥ പറയുന്നുണ്ട്. ഇവിടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ദളിതനാണല്ലോ. ഇയാൾ വിശപ്പടക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മണ്ണ് കുഴിച്ചിട്ട് അവിടെ ഇല വെച്ചിട്ടാണല്ലോ കഞ്ഞി വിളമ്പുക. ആ കഞ്ഞി വിളമ്പി കഞ്ഞി കുടിക്കാൻ നോക്കുമ്പോൾ കഴിച്ചിട്ട് പട്ടി വന്നിട്ട് പട്ടിയും ഇയാളും കൂടി പരസ്പരം മത്സരിക്കുകയാണ് കഞ്ഞിക്ക് വേണ്ടി. അന്ന് പട്ടത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. ഇവിടെ ഒരു മുഖ്യമന്ത്രിയില്ല, 3 മുഖ്യമന്ത്രിമാരുണ്ട്. ആൾക്കാരിങ്ങനെ ഞെട്ടുകയാണ്. ഒന്ന് ഗ്രന്ഥശാലയുടെ PN പണിക്കർ, മറ്റൊന്ന് അധ്യാപക സംഘടനയുടെ CC നായർ, മൂന്നാമത്തെ എളിയവരായ ഞാനും. ജയിലുകളിൽ അവർക്ക് മാനസാന്തരത്തിനുള്ള പ്രധാനപ്പെട്ട ഘടകം വായനയാണ്. സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘടകം. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അതുപോലുള്ള നിരവധി നാടകങ്ങൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് വലിയ പേര് നൽകിയ ജന്മിത്യ വ്യവസ്ഥക്കെതിരായി കാർഷിക ബന്ധ നിയമം നടപ്പിലാക്കിയപ്പോൾ സാധാരണ ഏറ്റവും പാവപ്പെട്ട കർഷക തൊഴിലാളി അവരെല്ലാം കൃഷിഭൂമിയുടെ ഉടമകളായി മാറി. ഒരു 10 സെൻറ്റ് മുതൽ 5 സെൻറ്റ് മുതൽ ഒരു 4 ഏക്കർ 5 ഏക്കർ വരെ ഭൂമി കിട്ടി. അപ്പോൾ കൃഷിയിൽ അവൻ്റെ മുതൽ മുടക്ക് വന്നപ്പോൾ, അധ്വാനം വന്നപ്പോൾ അവൻ്റെ കയ്യിൽ വരുമാനം വന്നപ്പോൾ അവൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അതുപോലെ EMS ഗവൺമെൻറ്റാണ് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ തീരുമാനിച്ചത്. അന്ന് യഥാർത്ഥത്തിൽ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി മാത്രം സ്കൂളിൽ പോയതാണ് കുട്ടികൾ. ആ വിദ്യാസമ്പന്നരായി ഇങ്ങോട്ട് പോകുന്നുണ്ട്. കുഞ്ഞാവൻ്റെ എതിരിൽ പട്ടിണിയുടെ ദരിദ്രമായ അവസ്ഥ പറയുന്നുണ്ട്. ഇവിടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ദളിതനാണല്ലോ. ഇയാൾ വിശപ്പടക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മണ്ണ് കുഴിച്ചിട്ട് അവിടെ ഇല വെച്ചിട്ടാണല്ലോ കഞ്ഞി വിളമ്പുക. ആ കഞ്ഞി വിളമ്പി കഞ്ഞി കുടിക്കാൻ നോക്കുമ്പോൾ കഴിച്ചിട്ട് പട്ടി വന്നിട്ട് പട്ടിയും ഇയാളും കൂടി പരസ്പരം മത്സരിക്കുകയാണ് കഞ്ഞിക്ക് വേണ്ടി. അത്രയും ദരിദ്രമായ ഒരവസ്ഥയിൽ നിന്ന് സ്കൂളുകൾ ഉച്ചക്കഞ്ഞി കിട്ടുകയും പിന്നെ വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും അതൊക്കെ വരുന്നതുകൊണ്ടാണ് വിദ്യാസമ്പന്നരായ ഒരു തലമുറ വരുന്നത്. അത് വലിയ സാമൂഹ്യ വിപ്ലവമാണ്. അതിന് പ്രേരണ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അന്നത്തെ അവസ്ഥയിൽ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പിന്നീട് അതിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത്. അപ്പോൾ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ഘടകങ്ങളാണ്. അതിൽ മുഖ്യ പാർട്ടി എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവിടെ മലബാർ വായനശാല സംഘം രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രമേയങ്ങളിലൊന്ന് സർക്കാർ ഇതിന് സാമ്പത്തിക സഹായം നൽകണം എന്നുള്ളത്, ഗ്രാൻഡ് നൽകണം എന്നുള്ളതാണ്. അപ്പോൾ രാജപരമ്പരകളും മറ്റാളുകൾ നൽകിയിട്ട് ഇവിടെ ഗവൺമെൻറ് ഗ്രാൻഡ് നൽകിയിരുന്നു. ചെറിയ തുകയാണെങ്കിലും ഗ്രാൻഡ് നൽകിയിരുന്നു. ലൈബ്രറിന് അലവൻസും നൽകിയിരുന്നു. അത് മലബാർ വായനശാല സംഘത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. പിന്നെ ഇവിടെ നേരത്തെ മലബാർ വായനശാല സംഘം രൂപീകരിക്കുമ്പോൾ തന്നെ മദ്രാസ് പബ്ലിക് ലൈബ്രറീസിൻ്റെ ലോക്കൽ ലൈബ്രറി അതോറിറ്റികളുണ്ടായിരുന്നു. അത് സുജനപാലൻ്റെ പിതാവ് ബാലഗോപാലൻ, അതുപോലെ ചില ആളുകൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ലോക്കൽ ലൈബ്രറി അതോറിറ്റി ഈ മലബാർ ഭാഗത്തുണ്ടായിരുന്നു. അത് ഗ്രന്ഥശാല ഈ ലൈബ്രറി നിയമം വന്നപ്പോൾ അതും ഗ്രന്ഥശാല സംഘ ലൈബ്രറികളും എമാൽഗമേറ്റ് ചെയ്ത് അതില്ല റിപ്പീലായി പോവുകയും ചെയ്തതാണ്. അതിൻ്റെ കുറേ സ്ഥാപനങ്ങൾ ഇപ്പോൾ കോഴിക്കോട് തന്നെ മാനാഞ്ചേരികൾ പബ്ലിക് ലൈബ്രറി യഥാർത്ഥ ലോക്കൽ ലൈബ്രറി അതോറിറ്റിയുടെ സ്ഥലവും അതിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ്. പല സ്ഥലത്തും ലൈബ്രറിയാണ്. അതെല്ലാം ഇപ്പം ഗ്രന്ഥശാല സംഘത്തിൽ ലയിച്ചു കഴിഞ്ഞു, ലൈബ്രറി കൗൺസിലിൽ.
1987 നായനാർ ഗവൺമെൻറ് സമയത്താണ്. ആ സമയത്ത് അനൗപചാരിക വിദ്യാഭ്യാസം, സാർവത്രിക വിദ്യാഭ്യാസം, അതിലേക്ക് ആൾക്കാർ കടക്കാൻ വേണ്ടി ഒരു മിഷൻ, സാക്ഷരതാ മിഷൻ രൂപം കൊടുത്തു ഗവൺമെൻറ്. അതിലൊന്ന് ലൈബ്രറി കൗൺസിൽ, അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഈ സാക്ഷരതാ പ്രവർത്തനം നേരത്തെ ഗ്രന്ഥശാലാ സംഘം നടത്തിയിരുന്നു. ആ സാക്ഷരതാ പ്രവർത്തന അംഗീകാരമായി 77 ക്രൂപ്സ്കായ അവാർഡ് ലഭിച്ചു. ലെനിൻ്റെ വൈഫിൻ്റെ പേരാണ്. സാക്ഷരതാ പ്രവർത്തനം യുനെസ്കോ കൊടുക്കുന്ന അവാർഡാണ്. അപ്പോൾ തുടർ വിദ്യാഭ്യാസ പ്രക്രിയ നേരത്തെ ഉണ്ടായിരുന്നു. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം വന്നപ്പോൾ നമ്മൾ 1,00,000 ലൈബ്രറി പ്രവർത്തകന്മാരെ ഈ പ്രവർത്തനത്തിൽ സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ കേരള ഗവർണർ സ്വരൂപ് സിംഗ് അന്ന് ആ പരിപാടി നമ്മൾ സെനറ്റ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരികയും ചെയ്തു. ഓരോ ലൈബ്രറിയിൽ നിന്നും പ്രവർത്തകന്മാരെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമ്മൾ അതാത് സ്ഥലത്തുള്ള ഈ സാക്ഷരതാ മിഷൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഒരു വാരിക, നേരത്തെ രജിസ്ട്രേഷൻ്റെ ഒരു വാരിക, ആ വാരിക റീപ്രിൻ്റ് ചെയ്തു അതിൻ്റെ സർക്കുലറും കാര്യങ്ങളൊക്കെ അതിലേക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രവർത്തനത്തിന് സമഗ്ര സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ലൈബ്രറി പ്രസ്ഥാനം. പക്ഷേ സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിക്കുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അന്ന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കൊന്നും അതിൽ പങ്കെടുക്കാനായില്ല. ഗ്രന്ഥശാലാ സംഘത്തെ പ്രതികരിച്ചുകൊണ്ട് ഞാനതിൽ പങ്കെടുത്തിരുന്നു. നേരത്തെ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ആളുകൾക്ക് PN പണിക്കർ ഉണ്ടായിരുന്നു. സുകുമാർ അഴീക്കോടാണ് അത് ഉദ്ഘാടനം ചെയ്ത്. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനം, ഇന്നത്തെ അവസ്ഥയല്ല, അന്ന് മാനാഞ്ചിറ പബ്ലിക് പരിപാടിക്ക് ഉപയോഗപ്പെടുന്നതാണ്. ഐഷ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് മലപ്പുറത്തുള്ള അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് മാഷ് പറയുകയുണ്ടായി, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏറ്റവും വലിയ സംസ്ഥാനമായിരിക്കുന്നു, ഏറ്റവും മഹത്തായ സംസ്ഥാനമായി മാറിയിരിക്കുന്നു ഈ സമ്പൂർണ്ണ സാക്ഷരതയിലൂടെ. അതിലേറ്റവും സജീവമായി ഇടപെടുകയും പങ്കെടുക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനം മറ്റു പലരും ഉണ്ട്. അതിലൊന്ന് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനമായിരിക്കും. അത് ഗ്രന്ഥശാലാ സംഘം ആദ്യം തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘം ഉണ്ടായപ്പോൾ PN പണിക്കർ അന്ന് തൻ്റെ ലൈബ്രറിക്ക് ഒരു പത്രം സൗജന്യമായി ലഭിക്കാൻ വേണ്ടി മാമൻ മാപ്പിളയെ കണ്ടൊരു, മനോരമയുടെ മാമൻ മാപ്പിളയെ കണ്ടൊരു സംഭവം പറയുന്നുണ്ട്. അങ്ങനെ അന്നത്തെ പത്രം അദ്ദേഹം സൗജന്യമായി ഇദ്ദേഹത്തിന് കൊടുക്കുകയും അത് പത്രവിതരണക്കാരെടുത്ത് വന്നിട്ട് എല്ലാ ദിവസവും വായിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. ആ പത്രം എടുത്തിട്ട് ഇദ്ദേഹം ഓടുന്നൊരു രംഗമുണ്ട്. പണ്ട് ആർക്കബിളീസ് പ്ലവന നിയമം കണ്ടുപിടിച്ചതുപോലെ. അപ്പം അന്നൊരു പത്രം ലഭിക്കുക അത്രയും വലിയ കാര്യമാണ്. പിന്നീട് ഗവൺമെൻറ് ഒരു ഉത്തരവ് ഇറക്കി, വിദ്യാഭ്യാസ വകുപ്പ് പഞ്ചായത്തുകൾ ഈ ലൈബ്രറികൾക്ക് സൗജന്യമായി പത്രങ്ങൾ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അത് വർദ്ധിച്ച് ചിലപ്പോൾ 4-5 പത്രങ്ങൾക്ക് കൊടുക്കുന്ന പത്രസ്ഥാപനങ്ങളുണ്ട്. മാതൃഭൂമി ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ മാതൃഭൂമി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മാതൃഭൂമി പത്രം അത് ലൈബ്രറികൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, വായനയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ലൈബ്രറി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കേരള ദിനേശ് PD ഒരു വലിയ പ്രസ്ഥാനമായി മാറിയപ്പോൾ അന്ന് പത്രം ഒരാൾ വായിച്ചു കൊടുക്കുക, ഒരു പത്രമല്ല, അവർ കിട്ടുന്ന പത്രങ്ങളൊക്കെ വായിച്ചു കൊടുക്കുക. അത് ബീഡി തുറക്കുന്ന അവസരത്തിൽ അവർ കേൾക്കും. അപ്പോൾ അവരുടെ കൂലി, ഇവരെല്ലാവരും അവരുടെ കൂലിയിൽ നിന്ന് എടുത്ത് കൊടുക്കുകയും ചെയ്യണം. അങ്ങനെയാണ് കേരള ദിനേശ് PDയുടെ എല്ലാ യൂണിറ്റുകളിലും ഒരു 10, 20, 30 തൊഴിലാളികൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു തൊഴിലാളി നന്നായി വായിക്കാൻ അറിയാവുന്ന ബൈക്ക് പറഞ്ഞാൽ വായിച്ചു കൊടുക്കുകയും അവർ കൂലി, അവർ അങ്ങനെ പരസ്പര സഹകരണത്തിലൂടെ വായിക്കാനും അറിവ് നേടാനുമുള്ള സന്ദർഭം ഒരുക്കിയത് തൊഴിലാളി പ്രസ്ഥാനം കാര്യമായി പങ്കുവഹിച്ചിട്ടുണ്ട്. ഏതൊരു തൊഴിലാളിയും അവൻ്റെ വിശ്രമ സമയങ്ങളിൽ പത്രവായനയും
അതുപോലെ കാര്യങ്ങൾ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ സംസ്കാരത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. പട്ടം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം വടകര ഒരു പരിപാടിക്ക് വന്നു. അന്ന് അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു നേതാവുണ്ട് ഇവിടെ, CC നായർ എന്ന് പറയും. അന്ന് പട്ടത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. ഇവിടെ ഒരു മുഖ്യമന്ത്രിയില്ല, 3 മുഖ്യമന്ത്രിമാരുണ്ട്. ആൾക്കാരിങ്ങനെ ഞെട്ടുകയാണ്. ഒന്ന് ഗ്രന്ഥശാലയുടെ PN പണിക്കർ, മറ്റൊന്ന് അധ്യാപക സംഘടനയുടെ CC നായർ, മൂന്നാമത്തെ എളിയവരായ ഞാനും. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ കേരളത്തിലെ എല്ലാ ജനകീയ മുന്നേറ്റങ്ങളിലും സാമൂഹിക പരിഷ്കരണം കാര്യമായി പങ്കുവച്ച ആളുകളാണ്. ഏതൊരു ലൈബ്രറിയിൽ പോയാലും ഒരു അധ്യാപകൻ അവിടെ ഉണ്ടാവും. ഇപ്പം തന്നെ ഞാൻ പ്രസിഡൻ്റായിട്ട് ലൈബ്രറിയുടെ സെക്രട്ടറി അധ്യാപകനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നാടിൻ്റെ എല്ലാ ക്രയവിക്രയങ്ങളും അവിടുത്തെ തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കുന്നതിന് അധ്യാപകന്മാർ മുൻകി അധ്യാപകന് പ്രത്യേക ഒരു സ്ഥാന സമൂഹം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അധ്യാപകർ അവിടെയുള്ള സാംസ്കാരിക സ്ഥാപനമായ ലൈബ്രറി വളരാനും വികസിക്കാനും കുട്ടികളെ സംഘടിപ്പിക്കാനും എല്ലാം പ്രധാന ഘടകമായ അധ്യാപകരും അവരുടെ പ്രസ്ഥാനവും അത് പങ്കുവഹിച്ചിട്ടുണ്ട്. ഇത് സമാന്തരമായി അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ടു പോകുന്ന പ്രസ്ഥാനങ്ങളാണ് ലൈബ്രറി പ്രസ്ഥാനവും അധ്യാപക പ്രസ്ഥാനവും. ആദ്യ കാലഘട്ടത്തിൽ കേരളീയ സമൂഹത്തിൽ സ്ത്രീകൾ ഈ ലൈബ്രറി പ്രസ്ഥാനവുമായിട്ട് അത്ര ബന്ധപ്പെട്ടിരുന്നില്ല. പിന്നെ സമൂഹത്തിൻ്റെ മാറ്റത്തനുസരിച്ച് അവരുടെ പങ്കാളിത്തം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലളിതമായി വായിക്കാൻ കഴിയുന്ന അവരുടെ വിചാരങ്ങൾ തൊട്ടുന്ന കഴിയുന്ന പ്രസിദ്ധീകരണങ്ങൾ വന്നതോടുകൂടി അതിനു വേണ്ടിയുള്ള നടത്തി. ചിലപ്പോൾ അത് സ്വന്തമായി വില കൊടുത്ത് വാങ്ങാൻ സാധിക്കാത്ത വായനശാലകളിലും ലൈബ്രറികളിലും വന്ന് അത് വാങ്ങുകയും വായിക്കുകയും ചെയ്ത് പിന്നെ ജനകീയ ആസൂത്രണം വന്നതോടുകൂടിയും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ ലൈബ്രറികൾ സ്ത്രീ ശാക്തീകരണത്തിന് കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൈബ്രറികളിലെല്ലാം അതിൻ്റെ ബൈലോവിൽ ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം കഴിഞ്ഞ ലൈബ്രറി കൗൺസിൽ ഒരു മാറ്റം വരുത്തിയത് അതിൽ 3 സ്ത്രീകൾ വേണമെന്ന് പറഞ്ഞു. നേരത്തെ സഹകരണ പ്രസ്ഥാനത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഇപ്പം 3 സ്ത്രീകൾ വേണമെന്നും അതുപോലെ 40 വയസ്സിന് താഴെയുള്ള ഒരു യുവാവും ഒരു യുവതിയും വേണമെന്നും ഒരു പട്ടികജാതി പ്രതിനിധി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ പ്രാതിനിധ്യം ലൈബ്രറികളിൽ ഏകദേശം ഒരു 30% വരുന്നൊരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതൊരുക്കിയ പിന്നെ വനിതാ വേദികൾ, വളരെ സജീവമായി പ്രവർത്തിക്കുന്ന വനിതാ വേദികളും പുസ്തക പരിചയം, പുസ്തകത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുകയും അതിലൊക്കെ സ്ത്രീകൾ നമ്മുടെ ലൈബ്രറികൾ വനിതാ വേദികൾ കാര്യമായി പങ്കുവഹിക്കുന്നുണ്ട്. പിന്നെ ഈ വനിതാ ഗ്രാമീണ പുസ്തക വിതരണ, വനിതാ വയോജന പുസ്തക വിതരണ പദ്ധതി, ഗ്രാമീണ പുസ്തക വിതരണ പദ്ധതി, അതെല്ലാം യുവതികളും സ്ത്രീകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ലൈബ്രറിയുടെ ഇപ്പം ലൈബ്രറിമാരിൽ ഒരു 60-70% സ്ത്രീകളായിരിക്കും. അപ്പം നമ്മുടെ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ കാര്യമായി നടത്തുന്നത് യുവതികളും സ്ത്രീകളും തന്നെയാണ്. ഈ പുതിയ ടെക്നോളജി, AI, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി, അതെപ്പോഴും മുന്നോട്ട് മാത്രമേ പോകൂ, പിന്നോട്ട് പോകില്ല. അത് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ പരിഷ്കരിച്ച് മുന്നോട്ടും ആ സാധ്യതകളെയാണ് ഏതൊരു ഉപഭോക്താവും തേടുക. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിർമ്മിത ബുദ്ധിയുടെ വളർച്ച, വ്യവസ്ഥാപിതമായ നമ്മുടെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഗ്രന്ഥശാലകൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിനെ എങ്ങനെ പരസ്പര സംഘർഷത്തിലേർപ്പെടും, ഇല്ലേ എങ്ങനെ അവയെ പൂരിതമാക്കാൻ സാധിക്കും, പരസ്പര പൂരകമാക്കി കൊണ്ടുവരാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ അന്വേഷണം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ലൈബ്രറി പ്രസ്ഥാനം ഒരു വായന സർവേ, വായന മാത്രമല്ല അതിജീവനത്തിന് വേണ്ടി പൊരുതുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള
സമഗ്രമായ ഒരു അന്വേഷണമാണ് ഈ സർവേയിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കണ്ടെത്തലുകൾ കൃത്യമായും പരിശോധിച്ച് വിലയിരുത്തി എന്താണോ അതിന് ബദൽ, അതിൽ പരിഷ്കരിക്കേണ്ടത്, അതിൽ നവീകരിക്കേണ്ടത്, അതിൽ മാറ്റം വരുത്തേണ്ടത്, തിരുത്തലുകൾ വരുത്തേണ്ടത് എന്ന് പരിശോധിച്ചുകൊണ്ട് തിരുത്തുകൾ വരുത്തി നമുക്ക് മുന്നോട്ട് പോകണം. ഗ്രന്ഥശാല പ്രസ്ഥാനം നശിക്കേണ്ടുന്ന, തകരേണ്ടുന്ന, അസ്തമിക്കേണ്ടുന്ന ഒരു പ്രസ്ഥാനമല്ല. അതിന് സജീവമായി നിലനിർത്തേണ്ടുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ അതിൻ്റെ പ്രതിസന്ധികൾ കണ്ടറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം കാണാം. അതിനുവേണ്ടിയുള്ള തീവ്രമായ ആനുകാലിക പ്രസക്തമായ പ്രവർത്തനമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം നടത്തുന്നത്. ഓരോ ഗ്രന്ഥശാല പ്രവർത്തകനും അവർക്ക് നൽകാൻ കഴിയുന്ന സംഭാവനകൾ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, നേതൃത്വപരമായ പങ്ക് അതിൽ വഹിക്കണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. അത് റാൻഡം സർവേയാണ്. അത് നേരത്തെ നടത്തിയതുപോലെ വ്യത്യസ്ത വിഭാഗത്തിൽ വരുന്ന ആളുകളെ നമ്മളതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ വെച്ചുകൊണ്ട് ഒരു ക്വസ്റ്റനെയർ തയ്യാറാക്കി അത് ഓരോ വീട്ടിലും ഓരോ വായനക്കാരെയും എല്ലാവരെയും നടത്താവില്ല, റാൻഡം ഓരോ വിഭാഗത്തിലും. ഇപ്പം കുട്ടികൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, അതുപോലെ പ്രത്യേക വിഭാഗം, നഗര കേന്ദ്രീകൃത സ്ഥലങ്ങളിൽ, ഗ്രാമീണ മേഖലകളിൽ, കോളനികളിൽ, തൊഴിലെടുക്കുന്ന സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഗവേഷണ സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ ഈ സർവേ നടത്തി വ്യത്യസ്തമായ ക്വസ്റ്റനെയർ കാര്യങ്ങൾക്ക് തയ്യാറാക്കി അതിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് വെച്ചുകൊണ്ട് വിലയിരുത്തി ഒരു സർവേ റിപ്പോർട്ട് തയ്യാറാക്കും. അത് നേരത്തെയുണ്ട്, ബാലവേദിയൊക്കെ നേരത്തെ ഉള്ളതാണ്. അത് സമൂഹത്തിൻ്റെ ആവശ്യകതകൾ പരിഗണിച്ചുകൊണ്ടാണ്. ചെറിയ കുട്ടികൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി രാവിലെ 7 മണിക്ക് സ്കൂളിൽ പോകുന്നു, വലിയ ഭാണ്ഡക്കെട്ടുമായിട്ട്. അത് ട്യൂഷന് പോകുന്നു, അത് സ്കൂളിൽ പോകുന്നു, സ്കൂൾ കഴിഞ്ഞ് വന്നാൽ വീണ്ടും ട്യൂഷനാവുന്നു. ഈ രക്ഷിതാക്കളുടെ ഭാവനയിൽ വരുന്ന ഉയർന്ന ഉദ്യോഗങ്ങളിലേക്ക്, ഡോക്ടർ ഭാഗം, എഞ്ചിനീയർ ആവണം, ടെക്നോളജിയുടെ ഭാഗമാകണം, അങ്ങനെ കുട്ടികളെ ബ്രൂം ചെയ്തെടുക്കാൻ വേണ്ടി കുട്ടികളെ വെറും പുസ്തകപ്പുഴുക്കളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം സമൂഹത്തിന് നന്മ ചെയ്യുന്നില്ല. അപ്പോൾ കുട്ടികളെ പരന്ന വായനയിലേക്കും അതുപോലെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങളിൽ ഇടം കണ്ടെത്തുന്നതിന് വേണ്ടിയും അവരെ ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ അവരങ്ങനെ മാറ്റി തീർക്കണം എന്ന അടിസ്ഥാനത്തിലാണ് ബാലവേദി രൂപീകരിക്കുകയും അതിപ്പോൾ വളരെ സാങ്കേതികമായും മറ്റു തരത്തിലും വളരെ പ്രബലമായ ഒരു ഘടനാപരമായ സംവിധാനം കൊണ്ട് ബാലവേദി രൂപപ്പെട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഇതിൽ ആകർഷിക്കപ്പെടുമ്പോഴാണ് സമൂഹത്തിൽ ചലനങ്ങളുണ്ടാവും, വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങളുണ്ടാവും. അത് കണക്കായിക്കൊണ്ടാണ് ബാലവേദി ഇപ്പോൾ നമ്മൾ നിർദ്ദേശിക്കുന്നത് എല്ലാ ലൈബ്രറികളും ബാലവേദി രൂപീകരിക്കണം എന്നുള്ളതാണ്. പിന്നെ അവരുടെ പ്രവർത്തനത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് അപേക്ഷയിൽ തന്നെ ബാലവേദിയുള്ള ലൈബ്രറികൾ അവർക്കൊരു പ്രത്യേക വെയിറ്റേജ് മാർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാലവേദിയെ അതുപോലെ നേരത്തെ വനിതാവേദി, പ്രധാനപ്പെട്ട സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾ വനിതകളാണല്ലോ, അവരെ മാറ്റി നിർത്തേണ്ടതല്ല, അവരെ ഇൻക്ലൂഷനാണ്, ഉൾക്കൊള്ളേണ്ടതാണ് നമ്മുടെ സാംസ്കാരിക പ്രവർത്തന ഭാഗമായിട്ട്. ലൈബ്രറികൾ, വനിതാവേദി, യുവാക്കൾ വരണം. പുതിയ കാലഘട്ടത്തിൽ, തിരക്ക് കൂടിയ കാലഘട്ടത്തിൽ മറ്റു പലരും, ഈ യുവാക്കളും സ്ത്രീകളും കുട്ടികളൊക്കെ അന്യവൽക്കരിക്കപ്പെടുന്നതിനെ തടയുക എന്നുള്ളത് നമ്മുടെ ഒരു ചരിത്രപരമായ ബാധ്യത എന്നതുകൊണ്ട് കൂടിയാണ് ഈ വേദികൾ രൂപീകരിച്ച് അവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ. ലൈബ്രറിക്ക് ഗ്രാൻഡ് അപേക്ഷ കൊടുക്കുമ്പോൾ ബാലവേദി, യുവവേദി, അതുപോലെ സ്ത്രീവേദി, വനിതാവേദി ഇവർക്കൊക്കെ മാർക്ക് കൊടുത്തുകൊണ്ട് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മാസം ബാലവേദി 4 പരിപാടികൾ നടത്തിയാൽ അവർക്കതിന് ഓരോ പരിപാടിക്ക് ഇത്ര മാർക്ക് കൊടുക്കുന്നുണ്ട്, അലവൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ വനിതാവേദി പരിപാടി നടത്തിയാൽ, ലൈബ്രറി സ്വന്തമായി 10 പരിപാടി നടത്തിയാൽ അതിന് ഒരു പരിപാടിക്ക് 1000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ചില പരിപാടിക്ക് സ്കീമാറ്റിക് ആയിട്ട് തന്നെ കൂടുതൽ പണവും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റിപ്പബ്ലിക് സദസ്സിന് 3000 റുപ്പീസ് വരെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വിഭാഗത്തെയെല്ലാം പരിപാടി നടത്താനാവശ്യമായ അടിസ്ഥാന സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക, അവരെ അതിലേക്ക് ബന്ധപ്പെടുത്തുക. അങ്ങനെ സജീവമായ ഒരു ജീവസാന്നിധ്യമായി, സാംസ്കാരിക സാന്നിധ്യമായി ഈ വിഭാഗത്തെയൊക്കെ ലൈബ്രറികളുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നേരത്തെ 87 ഞാൻ വന്നതിന് ശേഷം, അതിനു മുമ്പ് നെട്ടുകാത്തേരിയിൽ
ഓപ്പൺ ജയിലിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, ഒന്ന് രണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ഈ ജയിലുകളിൽ അവർക്ക് മാനസാന്തരത്തിനുള്ള പ്രധാനപ്പെട്ട ഘടകം വായനയാണ്. അങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ലൈബ്രറി ആരംഭിക്കാൻ, അപ്പോൾ അത് പറഞ്ഞപ്പോൾ ചന്ദ്രശേഖരന് വലിയ താല്പര്യം വന്നു. അദ്ദേഹം അടിയന്തരാവസ്ഥയിൽ 19 മാസം കിടന്ന ജയിലാണ് കണ്ണൂർ ജയിൽ. അവിടെ അതിന് ചെറിയ ആ പുസ്തകങ്ങൾ നോക്കുകയും വിതരണം ചെയ്യുന്ന ആൾക്കാർ ചെറിയ അലവൻസ് കൂടി വെച്ചുകൊണ്ട് ഹോസ്പിറ്റൽ ലൈബ്രറീസ് തുടങ്ങി, ജയിൽ ലൈബ്രറി. പിന്നീട് അത് ഹോസ്പിറ്റലിലേക്ക് വ്യാപിക്കണം. അതിൻ്റെ വലിയ റിസൾട്ട് ഉണ്ടായി. പലരും മാനസിക പരിവർത്തനം നടത്തി അവർ പുതിയ മനുഷ്യരായി മാറുകയാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഹോസ്പിറ്റൽ, അതുപോലെ ജയിലുകൾ, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ ലൈബ്രറികൾ വേണം എന്നൊരാശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈബ്രറികൾ തുടങ്ങിയത്. അത് വലിയ മാറ്റം കോഴിക്കോട് സബ് ജയിലിലുണ്ട്, കണ്ണൂരുണ്ട്, പല ജയിലുകളിലുണ്ട്, ഹോസ്പിറ്റൽസിലും വ്യാപകമായുണ്ട്. കൂടെ നിൽക്കുന്ന ആളുകൾക്കും അതുപോലെ അവിടെയുള്ള പേഷ്യൻസിനും വായിക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം ലഭിക്കുന്ന രൂപത്തിലേക്ക് അത് വ്യാപകമാക്കാൻ ആവശ്യമായ സംവിധാനം ചെയ്തിട്ടുണ്ട്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദിവാസി മേധകളും ഗോത്രതീരം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നതാണ്. പട്ടികജാതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുറേ സ്ഥാപനങ്ങളിൽ, കോളനികളിൽ ലൈബ്രറി വേണം എന്നൊരു നിർദ്ദേശം വരികയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതി വികസന വകുപ്പ് നടത്തിയിരുന്ന ലൈബ്രറികൾ ഗ്രന്ഥശാലാ സംഘം ഏറ്റെടുക്കുകയും അവർക്ക് പുസ്തകങ്ങളും അലവൻസൊക്കെ കൊടുക്കുന്ന രീതി, അത് പട്ടികജാതി വകുപ്പ് സഹായിക്കും, ഞങ്ങളും കൂടി ഇൻകോർപ്പറേറ്റ് നടത്തിക്കൊണ്ടു പോവുകയാണ്. ഇപ്പോൾ അത് വിപുലപ്പെടുത്താൻ വേണ്ടി ഗോത്രതീരം എന്ന് പറയുന്ന ഒരു പദ്ധതി, അതുപോലെ പ്രഭാതീരം എന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളി ആളുകൾ താമസിക്കുന്ന കടലോര ഭാഗത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ലൈബ്രറികളിൽ, അത് തോമസ് ഐസക് മന്ത്രിയായിരുന്ന അവസരത്തിൽ വന്നൊരു പദ്ധതിയാണ്. അതിപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ലൈബ്രറിക്ക് 6-7 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളും പാഠ്യപുസ്തകങ്ങളും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെ പഠിപ്പിക്കുന്ന രീതി വരികയും ചെയ്തിട്ടാണ്. അതുപോലെ ഈ ദളിത് വിഭാഗം, പട്ടികവർഗ വിഭാഗത്തിനും യഥാർത്ഥത്തിൽ അവരെ വായിക്കാനും പഠിക്കാനും അവർക്ക് വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടി ലൈബ്രറി പ്രസ്ഥാനം അതിൻ്റെ ചുമതല നിർവഹിക്കുന്നു. കോവിഡ് സമയത്താണ് വീടുകൾ വെച്ച് പുസ്തകം വായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്, വ്യാപകമായത്. ആ സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഒരു പ്രസ്താവന പിണറായി തന്നെ നടത്തിയിരുന്നു, വായിക്കാൻ വീടുകളിൽ പുസ്തകം എത്തിക്കണം എന്ന നിലയിൽ. അതൊരു കർമ്മ പദ്ധതിയായി സ്വീകരിച്ചുകൊണ്ട് ലൈബ്രറി പ്രസ്ഥാനം അതിന് പ്രത്യേക ഒരു പാക്കേജിനെ തയ്യാറാക്കി. എല്ലാ ലൈബ്രറിയിലേക്ക് വന്ന ആൾക്കാർ പുസ്തകം എടുക്കില്ല, അതുകൊണ്ട് പുസ്തകം വീടുകളിൽ എത്തിച്ചു കൊടുക്കണം, എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കണം, എല്ലാ ലൈബ്രറികളിലും ആ പ്രവർത്തനം ഏറ്റെടുക്കണം എന്ന ആഹ്വാനം നടത്തുകയും ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിഡിന് മുമ്പും പിമ്പും എന്ന് പറയുമ്പോൾ പൊതുവിൽ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കോവിഡ് നമ്മളെ നിർമ്മാണ മേഖലയെ കാര്യമായി ബാധിച്ചു, ധനമിടപാട് സ്ഥാപനങ്ങളെ ബാധിച്ചു, ആൾക്കാരുടെ വായിക്കാനുള്ള കഴിവ് കുറഞ്ഞു വന്നു. അതൊക്കെ അതിജീവിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോട്ട് നിരോധനം 2016 അതിനെ തുടർന്നാണ് നമ്മുടെ പ്രളയവും മഹാമാരിയും ഉണ്ടായത്. അതിനെ തുടർന്നാണ് നിപ്പ വന്നത്, അതിനെ തുടർന്നാണ് കോവിഡ് വന്നത്. ഈ പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം അതിജീവിക്കാൻ ആവശ്യമായ പൊളിറ്റിക്കലി രാഷ്ട്രീയമായ വിൽ പവറുള്ള ഒരു ഗവൺമെൻറ്റും നേതൃത്വവും കേരളത്തിലുള്ളത് കൊണ്ട് മറ്റു പല സംസ്ഥാനങ്ങളും മറ്റു പല രാജ്യങ്ങളിലും സംഭവിച്ചതുപോലെ നിലനിൽക്കാൻ നമുക്ക് സാധിച്ചു. ഇനിയും നമുക്ക് ഈ ഒരു അതിജീവനം ശക്തമായി മുന്നോട്ട് പോകണം. ലൈബ്രറി പ്രസ്ഥാനവും ആ അതിജീവനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ആ ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്.